അന്ന് സമർപ്പിച്ചു കൊടുത്ത്. ഇനിയുള്ള നാളുകൾ ഇനി എന്ത് കഷ്ടം വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും ദൈവവേല ചെയ്യും. ഞാനിത് ഒരിക്കലും ഞാൻ വലിയ സംഭവമാണെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയ പ്രവാചകനാണെന്നോ ഞാൻ വലിയ സാധനമെന്നോ ഒന്നും പറയാൻ വേണ്ടിയല്ല. ഇത് കർത്താവ് ഒരുവനെ ഓർക്കുന്ന കാര്യമാണ്. ആമേൻ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിൽ മൊത്തം ഇപ്പോൾ ടെസ്റ്റ് മണീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി പ്രിയ നരേഷ് ബ്രദർ. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഞാൻ പാലക്കാട് പ്രദേശത്തായിരുന്നു. അവിടെ ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ദൈവം ഇടയാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ പോകുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ പ്രിയ നരേഷ് ബ്രദറും ഫാമിലിയും എനിക്കൊന്ന് അതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് എന്നെ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ എവിടെ ഒരു മീറ്റിങ്ങിന് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് എന്നെ വിളിച്ചപ്പോൾ പ്രാർത്ഥിക്കുകയിടയായി. പ്രാർത്ഥിച്ച് അവരോട് പറഞ്ഞ കാര്യങ്ങൾ കൃപയാൽ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്: ഞങ്ങളൊരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളതൊന്ന് ഒരു ഫ്രണ്ടിലോട് വരാമോ? പ്രിയ നരേഷ് ബ്രദറും ഫാമിലിയും. ഇതാണ് പ്രിയ നരേഷ് ബ്രദർ, നരേഷ് ബ്രദറിൻ്റെ വൈഫ്. അതിൻ്റെ പേരെന്തായിരുന്നു? സുജാത സിസ്റ്റർ. ഇവർ കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബിൽ പോകുന്ന വീഡിയോ കണ്ട് വിളിച്ചതാണല്ലേ. വീഡിയോ കണ്ടിട്ട് വിളിച്ചാണ്. ഇതുവരെ കണ്ടിട്ടുമില്ല, പരിചയമില്ല. ഇവരെന്നെ വിളിച്ചു, സംസാരിച്ചു. ആദ്യ ദിവസം പ്രാർത്ഥിക്കുകയിടയായി. എന്നോട് പറഞ്ഞ കാര്യം എങ്ങനെയാണ്: ഞങ്ങളൊരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാംഗ്ലൂരായിരുന്നു. അവിടെ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പം കുറച്ച് നാളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും ഇവരുന്ന്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചോദിച്ചാൽ, ഈ വരുന്ന ചൊവ്വാഴ്ച ഇന്നത്തെ മീറ്റിങ്ങിൽ കടന്നു വരിക, നമുക്ക് അവിടെ വെച്ച് കാണാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് ആദ്യമേ ഓക്കെ പറഞ്ഞു വിട്ടു. അതിൻ്റെ തലേദിവസം ഞാൻ പാലക്കാട് പോകുന്നതിൻ്റെ തലേദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് കാണണം. ഞാൻ എന്നാ ബ്രദറെ? ഞാൻ പറഞ്ഞു, ചൊവ്വാഴ്ച ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് അവിടെ വെച്ച് കണ്ടാൽ പോരെ. പറഞ്ഞ് അല്ല, ഞങ്ങൾ ദൈവം സഹായിച്ച നാളെ ഞങ്ങൾ ബാംഗ്ലൂരിന് തിരിച്ചു പോവുകയാണ്. അപ്പം അതിനു മുമ്പ് ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് വൈകിട്ട് ഞാനൊരു വിസിറ്റിങ്ങിനായിട്ട് തിരുവല്ലയിൽ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അന്ന് കൃപയാൽ വിസിറ്റിങ്ങിന് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഏകദേശം 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിസിറ്റിങ്ങിന് പോകണമുള്ള ചിന്തയിരുന്നപ്പോഴത്തേക്ക് അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് കണ്ടേ പറ്റൂ. അപ്പോൾ എൻ്റെ വീട്ടിലങ്ങനെ വന്ന് പൊതുവേ അങ്ങനെ അറിയാരും, ഞാൻ കൂടുതലും ചർച്ചകളിൽ വരാനാണ് പറയാറ്. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞു, നീ അവരോട് വരാൻ പറയണം. അപ്പോൾ ഞാൻ പ്രിയ സൂസൻ ടീച്ചറിൻ്റെ വീട്ടിലായിരുന്നു അന്ന് പോകാൻ വേണ്ടിയിരുന്നത്. ഞാൻ സൂസൻ ടീച്ചറിനോട്, ടീച്ചറെ ഇതുപോലൊരു കാര്യമുണ്ട്, ഞാനൊരു 1 മണിക്കൂറിന് ലേറ്റ് ആവും, 1.5 മണിക്കൂർ ലേറ്റായിട്ടേ വരത്തുള്ളൂ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാനും അല്ലും ഉണ്ടായിരുന്നു, നമ്മുടെ കീബോർഡ് വയ്ക്കുന്ന അല്ലും ഉണ്ടായിരുന്നു. ഞാൻ കുളിച്ചിട്ട് താഴെ വന്നപ്പോൾ ഇവരെന്നോട് പറഞ്ഞത്, ഇവർ ഹോട്ടൽ നടത്തുന്നവരാണെന്ന് എന്നോട് പറഞ്ഞത്. ഇവിടെ താഴെ വന്നപ്പോഴത്തേക്ക് ഞാൻ കാണുന്നൊരു കാര്യം വെച്ചാൽ ഇവരൊരു മിഷണറി ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അപ്പം എന്നോട് വന്ന് സംസാരിച്ചപ്പോഴും ഞാൻ നോക്കുമ്പം ഇവരെ കാണുമ്പോൾ, ഞാൻ മേലത്തെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവർ ഞങ്ങളുടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇവരെ കാണുന്ന മൊത്തം മിഷണറി ഫാമിലി ആയിട്ടാണ്. അപ്പം ഇവർ പറഞ്ഞത് വെച്ച് നമുക്ക് ആകെ അറിയാവുന്ന കാര്യം വെച്ചാൽ ഇവർ ഹോട്ടൽ നടത്തുന്ന കൃപയെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം നോർമലി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് കർത്താവ് ഒരു വേർഡ് ഇടപെട്ടു, നിങ്ങൾ 4 വർഷമായിട്ട് തകർന്നിരിക്കുമെന്ന്, നിങ്ങൾ 4 വർഷമായിട്ട് നിങ്ങൾ പൊട്ടിപ്പോയെന്ന് പറഞ്ഞു. എന്നോട് അച്ഛൻ പറഞ്ഞ്, ബ്രദറെ സത്യമാണ്, കൃപയാൽ കുറച്ച് കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി. സത്യം പറഞ്ഞാൽ പൊട്ടി തകർന്നിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അന്ന് ഞാൻ ചോദിച്ചു, അച്ഛാ ഞാനിങ്ങനെ നിങ്ങളൊരു മിഷണറി ആയിട്ടാണ് ഞാൻ കണ്ടിരുന്നത്, നിങ്ങളൊരു സുവിശേഷകരായിരുന്നു. എന്നോട് പറഞ്ഞു, അച്ഛാ ബ്രദറെ 4 വർഷം മുമ്പ് വരെ ഞങ്ങൾ ഈ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നതാണ്. കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു സാഹചര്യങ്ങൾ കൊണ്ടും സമ്മർദ്ദങ്ങൾ കൊണ്ടും ചെറിയൊരു സാഹചര്യത്തിൽ വിട്ടുമാറേണ്ടി വന്നു. പക്ഷെ എന്നോട് പറഞ്ഞ് നാളെ അവർ ബാംഗ്ലൂർ ഒരു ഹോട്ടലിനല്ല ഒരു ഹോസ്റ്റലുമായിട്ട് അതല്ലേ സംസാരിച്ചു അച്ഛൻ തന്നെ സംസാരിച്ചു. ഞാൻ തന്നെ എല്ലാം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുകയെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലും പ്രയാസത്തിലും, വൈഫ് ഒറ്റയ്ക്ക് ജോലിക്ക് പോകാം, ഈ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അവനെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞു ബാംഗ്ലൂരിലേക്ക്. അവൻ ബാംഗ്ലൂരായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, മോടെ കുഞ്ഞാണിത്. അങ്ങനെ ഞങ്ങൾ ഈ കരുനാഗപ്പള്ളി വെളുത്തമണലി അവനെ ചേർത്ത്. അതിന് ശേഷമാണ് ഇവർ രണ്ടും കൂടെ ബാംഗ്ലൂർ പോകാമെന്നും ഞാൻ ഇവിടെ നിൽക്കാമെന്നുള്ള പ്രതീക്ഷയിൽ നിന്നപ്പോഴാണ് പ്രിയ പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിക്കാനിടയായതും വീട്ടിൽ ചെല്ലാനിടയായതും.
അങ്ങനെ വീട്ടിൽ ചെന്നപ്പം പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾക്ക് ഹോട്ടലല്ലല്ലോ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ഒരു മിനിസ്റ്റർ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ പിന്നെ ഈ ഹോട്ടൽ നടത്തിയാൽ എങ്ങനെ ശരിയാവും? എന്നെ ദൈവം കാണിക്കുന്ന ഒരു സുവിശേഷകരായിട്ടാണ്, അതങ്ങ് ചെയ്തുകൂടായോ? പിന്നെ തൽക്കാലം വേണമെങ്കിൽ നമ്മുടെ കരുനാപ്പിൾ എന്തെങ്കിലും ഒരു ചെറിയ തട്ടുകട പോലെ തുടങ്ങുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അതിനകത്ത് എന്നെ ഞെട്ടിച്ചായിരുന്നു വെച്ചാൽ ഇവരെന്നോട് പറഞ്ഞ ഹോട്ടൽ എന്ന് പറഞ്ഞോണ്ടാ. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ മിഷണറി ആയിട്ടാണ് കാണുന്നത്. ഇവർക്കൊറ്റ കാര്യമുണ്ട്, നാളെ ബാംഗ്ലൂർ പോണോ വേണ്ടയോ അറിയാനായിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്നത്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ് പോയാൽ കൊള്ളാം, കാശ് കിട്ടും, അവസാനം പിണങ്ങി പോരേണ്ട ഒരു ഗതികേട് വരും, അതിലും നല്ലത് ഇവിടെ നിന്ന് മിനിസ്റ്റർ ചെയ്യുന്നില്ലയോ, നല്ലത് ദൈവത്തിൻ്റെ വേല ചെയ്തുകൂടായോ എന്ന് ചോദിച്ചു. അപ്പോൾ പല പാസ്റ്റർമാരും പലരെയും കൂടെ നിൽക്കാൻ എന്നോട് പറഞ്ഞു. അന്നൊക്കെ അവർ സഭയിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കൂടെ നിന്നൂടായെന്ന്. എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ വലിപ്പം എന്നിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കാം. ശരി, ഓക്കെ, അന്ന് ഞാൻ നിന്നില്ല, അവർ പറഞ്ഞിട്ടൊന്നും ഞാനിത് ഉൾക്കൊണ്ടില്ല. പക്ഷേ ഇദ്ദേഹം എന്നോട് പറഞ്ഞ്, കഴിഞ്ഞതിൻ്റെ അങ്ങേ ഞായറാഴ്ച പറഞ്ഞില്ലയോ വലം കൈ പിടിക്കും, എന്താ വലം കൈ പിടിക്കാത്ത? ലോട്ടറി എടുത്തിട്ട് അടിച്ചില്ലല്ലോ, എന്താ അടിക്കാത്തതെന്ന്. ഈ രണ്ട് ചോദ്യം എന്നോട് ചോദിച്ചപ്പം കറക്റ്റായിട്ട് എന്നിൽ ദൈവം പ്രവർത്തിക്കുന്നതല്ലേ എന്നോട് ദൈവം സംസാരിക്കുന്നത്, ഇദ്ദേഹം അത് മനസ്സിലാക്കിയെങ്കിൽ ഈ വ്യക്തി പറയുന്നത് അനുസരിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വീണ്ടും എൻ്റെ ദൈവവേലയിലേക്ക് തിരിഞ്ഞു വന്നപ്പോൾ എന്നെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അന്ന് സമർപ്പിച്ചു കൊടുത്തു. ഇനിയുള്ള നാളുകൾ ഇനി എന്ത് കഷ്ടം വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും ദൈവവേല ചെയ്യും. അതിലൂടെ ഇനി എന്ത് വന്നാലും ഞാൻ അത് ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥനാണ്. എന്നിട്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു അല്പ സാമ്പത്തികം തന്നിട്ട് പറഞ്ഞൊരു വെള്ളിയാഴ്ചക്കുള്ളിൽ ഒരു ഫോൺ വരും, അച്ഛൻ അനുകൂലമായിരിക്കും, എന്താണെന്ന് വെച്ചാൽ ചെയ്യും, പിന്നെ നമുക്ക് 2 ആഴ്ചക്കുള്ളിൽ തുടങ്ങാമെന്ന് പറഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് എൻ്റെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞ്, തട്ടുകട തുടങ്ങുന്നത് ഞാനെനിക്ക് സാമ്പത്തികം തന്ന് സഹായിക്കാം. കാര്യം ഞാൻ ഈ പാസ്റ്ററിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ 150 രൂപയുള്ള എൻ്റെ പേഴ്സിൽ ആകെ. പിന്നെ മുമ്പോട്ടുള്ള ദിവസങ്ങൾ ഇവന് രാവിലെ ഇത് ചെറിയ എന്തെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകാൻ വേണം. കാര്യം സത്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ സത്യസാക്ഷിയായിട്ട് നിൽക്കണമെന്ന് പറയുന്നത്, സത്യം മാത്രമേ പറയാവുള്ളൂ. അപ്പം ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു, പാസ്റ്ററെ ഒന്നും തരാൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ പാസ്റ്റർ ഞാനത് ആഗ്രഹിക്കുന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു സാമ്പത്തികം തന്ന് അന്ന് പറഞ്ഞു, ഇത് ഞാൻ പ്രാർത്ഥിച്ചു തരുന്നേ, കൈവച്ചോ എന്ന് പറഞ്ഞു. വ്യാഴാഴ്ച ദിവസം എൻ്റെ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സാമ്പത്തികം തരാം, ആ കടയൊന്ന് തുടങ്ങിക്കൂടായെന്ന് ചോദിച്ചു. അവർ തന്ന സാമ്പത്തികം ഞാൻ ഗ്യാസുമൊക്കെ എടുത്തൊരു ഷെഡൊക്കെ ഇട്ട് വെച്ചിരിക്കുക. ഇനി അല്പം സാമ്പത്തികം ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകും, അത് ദൈവം തരും, ഒരു 2 ആഴ്ചക്കുള്ളിൽ ദൈവം തരുമെന്നാണ് പറഞ്ഞത്. അത് തരും. ഞാൻ ആ പൂർണ്ണ വിശ്വാസത്തോടെ നിൽക്കുകയാണ്. നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രിയച്ഛൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാ, നിങ്ങൾക്ക് വ്യക്തമായില്ല, ഞാൻ ഒന്നും കൂടെ പറയാം. അച്ഛൻ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്നോട് കർത്താവ് പറഞ്ഞൊരു വേട, കഴിഞ്ഞ ഞായറാഴ്ച നീ എടുത്ത വാക്യത്തിനകത്ത് നിന്നോട് ഇടപെട്ടൊരു വീടുണ്ട്, എൻ്റെ വലങ്കര ഞാൻ പിടിക്കുമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്തിനാ കൺഫ്യൂഷൻ എന്നാ ദൈവം എന്നോട് കർത്താവ് പറഞ്ഞു. ഞാൻ അത് ചോദിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതുവരെ അച്ഛൻ ഒരു കൺഫ്യൂഷൻ മേഖലയിലാണ് നിന്നത്. കൃപയാലിൻ്റെയായി പിന്നെ അച്ഛൻ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ വേറൊരു ചിന്തിക്കരുത്, ഞാൻ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നൊന്നുമല്ല. ഞാൻ അവിടെ വന്നിരുന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഞായറാഴ്ച എൻ്റെ പോക്കറ്റ് ഒരു 1000 രൂപയുണ്ടായിരുന്നു. ഓപ്പണിലേക്ക് പറയാൻ കുഴപ്പമില്ലല്ലോ, എൻ്റെ പോക്കറ്റ് ഒരു 1000 രൂപയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചിന്തയിൽ ആ പൈസ കൊണ്ടും ഞാൻ എൻ്റെ ടേബിളിൻ്റെ, അതായത് TV സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചെന്ന് ഞാൻ ചിന്തിച്ചത്. ഞാൻ ചാച്ചനോട് ചോദിച്ചു, ചാച്ചൻ ആ പൈസ എടുത്തോ? ഇല്ല. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ പേഴ്സിനെ തൂക്കി കാണുന്നില്ല. ഞാനെല്ലാം നോർമലി അങ്ങനെ ചിന്തിച്ചു. ഞാൻ എന്നിട്ട് എനിക്കറിയത്തില്ല, ഞാൻ മേളിൽ നിന്ന് കുളിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇട്ട പാനിനകത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എൻ്റെ കൈ ഇടത്തെ പോക്കറ്റ് ഇട്ടപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ തടഞ്ഞു. എനിക്കറിയത്തില്ല എന്തോ തടഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് എടുത്തു നോക്കിയപ്പോഴത്തേക്ക് ആ പൈസ, അപ്പം എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു അടയാളമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം പ്രിയ അച്ഛന് വേണ്ടി ഞാൻ എന്നോട് കർത്താവ് പറഞ്ഞു, ഇത് നീ പ്രാർത്ഥിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം ഇത് ഇവർ ഫിനാൻഷ്യൽ മേഖല അഴിയാൻ വേണ്ടിയുള്ളതെന്ന് പറഞ്ഞു. ഞാനത് എന്നോട് കർത്താവ് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ 1000 രൂപ എടുത്ത് അച്ഛൻ്റെ കയ്യിൽ പ്രാർത്ഥിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ കണ്ട കാഴ്ച, കണ്ണുകൾ നിറയുന്ന കണ്ടു. എന്നോട് പറഞ്ഞൊരു വേർഡ് ഇങ്ങനെയാണ്, ബ്രദർ എനിക്ക് വീട്ടിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധാരണ ദൈവവാസന്മാരെടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് സ്വത്രാഴ്ച എന്തെങ്കിലും കൊടുക്കണ്ടേ, എൻ്റെ ആകെ 150 രൂപയേ ഉള്ളൂ. 150 രൂപ പേഴ്സ് വെച്ചുകൊണ്ട് നാളെ കുഞ്ഞിന് അമ്മയെ ടിഫിൻ വാങ്ങിക്കാൻ വേണ്ടിയുള്ള 150 രൂപ എൻ്റെ കയ്യിലുള്ളായിരുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതിരുന്നപ്പോൾ, പക്ഷേ പ്രിയ ആൻറ്റി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ വന്നതാണ്. ഞാൻ ഒന്ന് വിശ്വസിക്കുന്നത് എനിക്കൊരു അടയാളമാണ്. കൃപയാൽ ദൈവം സഹായിച്ചാൽ ഞങ്ങൾ ഈ അടുത്ത ആഴ്ചയ്ക്കിപ്പുറം ഞങ്ങൾ പ്രിയ അച്ഛൻ്റെ സ്ട്രീറ്റ് ഫുഡ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഓപ്പൺ ഹെവൻ യൂത്ത് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ഫുൾ ടീമും
അവിടെ കാണാൻ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. കരുനാഗപ്പള്ളിയിൽ ഞങ്ങൾ പ്രിയ അച്ചായൻ്റെ ആ സ്ട്രീറ്റ് ഫുഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാംഗ്ലൂർ പ്രദേശത്ത് ഒരു ഹോട്ടലിനകത്ത് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷെഫാണ്. കാര്യങ്ങളുണ്ട്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഞങ്ങളുടെ ആരുടെയും കഴിവല്ല. ഞങ്ങളുടെ ആരുടെയും കഴിവ്. ഞാനിത് വലിയ സംഭവം എന്ന് പറയാൻ വേണ്ടി എടുത്തൊന്നുമല്ല. ഞാനിത് ഒരിക്കലും ഞാൻ വലിയ സംഭവമാണെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയ പ്രവാചകനാണെന്നോ ഞാൻ വലിയ സാധനമെന്നോ ഒന്നും പറയാൻ വേണ്ടതല്ല. ഇത് കർത്താവ് ഒരുവനെ ഓർക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കർത്താവ് ഒരുവനെ ഓർക്കുന്ന കാര്യമാണ്. എല്ലാ പാസ്റ്റർമാരും തിരിഞ്ഞു വാ എന്ന് പറയും, ദൈവവേല ചെയ്യാൻ പറയും. അപ്പോൾ ഒരു പാസ്റ്ററെ കാണാനായിട്ട് എൻ്റെ വൈഫ് പറയും, നമുക്ക് പോയി അല്ലെ സഭയിലോട്ട് വാന്ന് പറയും. എനിക്ക് മനസ്സ് വരത്തില്ല, ഞാൻ എനിക്കത്. പക്ഷേ ഇദ്ദേഹത്തിനെ വിളിച്ച് വാന്ന് പറഞ്ഞ് ഓൺ ദ സ്പോട്ട് ഞാൻ പറഞ്ഞു. എന്നോട് ചോദിച്ച്, വൈഫ് ചോദിച്ചു വരുമോ എൻ്റെ കൂടെ? ഞാൻ പറഞ്ഞു പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ 150 രൂപയൊന്നും കൊടുക്കാൻ കാണത്തില്ല, നമ്മൾ എങ്ങനെ പോകുമെന്ന് ചോദിച്ചു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ടാണ് പറഞ്ഞു, ഓൺ ദ സ്പോട്ട് ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ റെഡി ഒരിക്കോളാൻ പറഞ്ഞു. അന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിളി ദൈവം ഇദ്ദേഹത്തിലൂടെ എനിക്ക് തന്നെ. എൻ്റെ മനസ്സ് മാറാനുള്ള ഏക കാരണക്കാരൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് 11 വർഷമാകുന്നില്ലേ? ജൂൺ 6 11 വർഷമായി. ജൂൺ 6 സ്നാനപ്പെട്ട ശേഷം ജൂൺ 6. ഓക്കെ, ഇന്നിപ്പോ 9 അല്ലേ? ഇന്ന് 9. 11 വർഷമായി സ്നാനപ്പെട്ടിട്ട്. അപ്പൊ അന്നൊക്കെ ഞങ്ങൾ 4.5 വർഷത്തിന് മുമ്പ് വരെ ഇതെല്ലാം അക്ഷരം പ്രതി പറഞ്ഞപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ ഒരിക്കലും കഴിഞ്ഞില്ല. ഇനി പുറന്നോട്ടില്ല. ഞാൻ പറയുന്ന പറഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവവേലയ്ക്ക് വിളിച്ചവർ എല്ലാവരും ദൈവവേല ചെയ്യുക. ദൈവം അതിലൂടെ പ്രവർത്തിക്കും. നമ്മൾ കഷ്ടവും നഷ്ടവും നോക്കിയിരുന്നിട്ടൊന്നും ഒരു കഥയില്ല. ഇനി മുമ്പോട്ടുള്ള നാളുകൾ ദൈവത്തിൽ അർപ്പിച്ചു കൊടുക്കുക ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ പോയിരുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലയോ, കഴിവല്ല കൃപയാ. വീണ്ടും പറഞ്ഞ കഴിവല്ല കൃപയാ.